Hi guys, welcome back to my drama teller. ഷെൻഷൻ ബോക്സുവിന്റെ കണ്ടീഷനെ കുറിച്ച് ഗ്രാൻഡ് പാബാവോയോട് ചോദിക്കുന്നു. ഗ്രാൻഡ് പാബാവോ ആ രോഗമൊക്കെ മാറും. ഈ സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അവന് കുറച്ച് പിടിവാശി കൂടുതലാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൻ തോൽവി സമ്മതിക്കാറില്ല. പ്രധാനമായിട്ടും തടസ്സങ്ങളെ കുറിച്ച് അവൻ സംസാരിക്കാറ് പോലും ഇല്ല. അവന്റെ ഫീലിങ്സ് എല്ലാം അവൻ കുഴിച്ചു മൂടാറാണ് പതിവ്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മറ്റുള്ളവരോട് നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാതെ ഒരാളുടെയും വിഷമം കുറയില്ല. നീ അവനെ നന്നായിട്ട് കെയർ ചെയ്യണം. അവന് നിന്നെ നല്ല വിശ്വാസമുണ്ട്. പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ നീ അവനെ സഹായിക്കണം. അവന്റെ ഭാരം ഒഴിവാക്കാൻ നീ ഹെൽപ്പ് ചെയ്യണം. അവന്റെ കേസിൽ അവൻ കൊണ്ടു നടക്കുന്ന ഭാരമാണ് അവനെ രോഗിയാക്കി മാറ്റുന്നത്. ഓരോരുത്തർക്കുള്ള രോഗലക്ഷണങ്ങൾ വേറെ വേറെയാണ്. അവന്റെ കാര്യത്തിൽ അത് അവന്റെ ത്രോട്ടിനെ ബാധിച്ചു എന്ന് മാത്രം. അത് കുഴപ്പമൊന്നുള്ള കാര്യമല്ല. നീ അവന് ധൈര്യം കൊടുക്കണം, സന്തോഷം ഷെയർ ചെയ്യണം. അത്തരത്തിൽ അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ പെട്ടെന്ന് തിരിച്ചു വരും എന്ന് പറയുന്നു. ഷെൻഷനും ഞാൻ എന്റെ മാക്സിമം അവന് വേണ്ടി ചെയ്യും എന്ന് പറയുന്നു. അന്ന് നൈറ്റ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുവാണ്. അവരുടെ ഗ്രാമത്തിലേക്ക് പുതുതായിട്ട് വന്ന ഷെൻഷനും ബോക്സുവിനും വേണ്ടിയുള്ളതാണ് ഈ സെലിബ്രേഷൻ. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയും പാട്ട് പാടുകയും ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെൻഷനെയും ബോക്സുവിനെയും അവർ ക്ഷണിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ബോക്സുവിന് ആ ഫയർ കാണുന്നതും അമ്മയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അവന്റെ പേടി മനസ്സിലായ ഷെൻഷൻ അവനോട് നിനക്ക് വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയത്, അപ്പൊ എങ്ങനെയാ ക്യാമ്പ് ഫയറിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക, ഞാനില്ലേ കൂടെ എന്നും പറഞ്ഞ് അവനെ കൊണ്ടുപോകുന്നു. രണ്ടുപേരും അവരുടെ കൂടെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഷെൻഷനും ബോക്സും തനിച്ചിരിക്കുവാണ്. ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ നോക്കി ബോക്സു ആ സ്റ്റാർസിനെ നോക്ക്. സിറ്റിയിൽ ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള ആകാശവും ക്രിസ്റ്റൽ ആയിട്ടുള്ള സ്റ്റാർസിനെ ഒന്നും കാണാൻ പറ്റില്ല. ഈ മരിച്ചുപോയ ആളുകൾ സ്റ്റാർസ് ആയിട്ട് വരും എന്ന് പറയുന്നത് സത്യമാണോ? എന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ബ്ലൂ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു ഡയമണ്ട് തന്നിട്ടുണ്ട്. എന്റെ അമ്മ എനിക്ക് വേണ്ടി ബാക്കി വെച്ച ഒരേ ഒരു ഓർമ്മയാണത്. അതും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദ സ്കൈ പോലെയാണ് എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ ഇതിൽ ഏത് സ്റ്റാറാ നിനക്ക് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത് എന്ന് ചോദിക്കുന്നു. ബോക്സു എപ്പോഴും ആകാശത്തിലെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആവാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാ ഇപ്പൊ അതിന് പറ്റില്ലെന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്നു. എന്തിനാ അത്രയും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള തിളക്കമുണ്ട്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിയും ഉണ്ട്. അതുകൊണ്ടാണ് ആകാശത്ത് ഇത്രയും നക്ഷത്രങ്ങൾ ഉള്ളത് എന്ന് ഷെൻഷൻ പറയുന്നു. ഇപ്പൊ അവിടെ ഒരു മ്യൂസിക് കേൾക്കുന്നു. അത് ആസ്വദിച്ച് കേട്ടുകൊണ്ട് ബോക്സു അവളോടും അത് കേൾക്കാൻ പറയുന്നു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സൗണ്ടാണിത്. അത്രയ്ക്ക് പ്യുവറും ക്ലീനും ആണ്. ആത്മാവിൽ നിന്നുള്ള ശബ്ദമാണിത് എന്ന് ബോക്സ് പറയുന്നു. മിസ്റ്റർ ഗു നമ്മളെ ഇങ്ങോട്ടേക്ക് അയച്ചത് ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയായിരിക്കും എന്ന് നിനക്ക് തോന്നില്ലേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. അപ്പോഴാണ് അവന് ആ പാട്ടിന്റെ ആത്മാവ് മുറുകെ പിടിച്ച് ഹൃദയം കൊണ്ട് പാടണം എന്ന് മിസ്റ്റർ ഗു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നത്. അവൻ ഏത് മ്യൂസിക് സ്റ്റൈലാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അവൻ ആ സമയത്ത് മനസ്സിലാക്കുന്നു. ഈ ഒരു കാര്യം അവളോട് പറഞ്ഞ് അവന്റെ കൂടെ വന്നതിന് അവളോട് താങ്ക്സ് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് അവളോട് ഞാൻ ഇതിൽ നിന്നും റിക്കവർ ആയാൽ തീർച്ചയായിട്ടും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദ സ്കൈ ആവും. അപ്പൊ എന്റെ കൂടെ ഒരു കുട്ടി സ്റ്റാർ ആയിട്ട് നീയും ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് കേട്ട് അവൾ ചിരിക്കുന്നു. ഇവിടെ സീറോ ആണെങ്കിൽ ഷെൻഷനെ കോൾ ചെയ്ത് നോക്കുവാണ്. നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. ഷെൻഷന്റെ കാര്യം ആലോചിച്ച് അവൻ ഒരുപാട് സാഡ് ആവുന്നു. നെക്സ്റ്റ് ഡേ ഷെൻഷനും ബോക്സും തിരിച്ചു പോകാൻ നിൽക്കുവാണ്. ഷെൻഷൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ബോക്സു സിറ്റിയിൽ ഇത്ര സിമ്പിളും ലവ്ലിയോ ആയിട്ടുള്ള ആളുകളെ കാണാൻ പോലും പറ്റില്ല അല്ലെ? മലകളും അരുവിയും വളർത്തുന്ന ആടുകളും ഒക്കെയാണ് ഇവരുടെ മ്യൂസിക്കിന്റെ ടോപ്പിക്. ഇവരുടെ ഫീലിങ്സ് ആണ് ഇവർ പാട്ടിലൂടെ കാണിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പോ ഫ്രീ ആണ്. എന്നാൽ അങ്ങോട്ടേക്ക് തിരിച്ചു പോയാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. മുമ്പുള്ള പോലെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എനിക്ക് അവിടെ എന്താണ് ഇഷ്ടം എന്ന് എനിക്ക് പറയാനറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട മെലഡിയും അവിടുന്ന് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെയും അവൻ ആ സൗണ്ട് ആസ്വദിക്കുന്ന കേട്ട് ഷെൻഷൻ അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ സൗണ്ട് വീണ്ടും കേട്ട് ഇതുപോലുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇനിയും വരണം എന്ന് ബോക്സ് പറയുന്നു. ഇപ്പോഴാണ് ഗ്രാൻഡ് പാബാവോ അങ്ങോട്ടേക്ക് വരുന്നത്. ബോക്സുവിനുള്ള മരുന്നും അത് കഴിക്കേണ്ട വിധവും ഷെൻഷന്റെ കയ്യിൽ കൊടുക്കുന്നു. ഉഴപ്പി നടക്കരുത് എന്നൊരു അഡ്വൈസ് ബോക്സുവിനും കൊടുക്കുന്നുണ്ട്. പ്ലസ് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. എന്നെയോ ഈ സ്ഥലത്തിനെയോ മിസ് ചെയ്താൽ ഇത് പ്ലേ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് ഗ്രാൻഡ് പാബാവോ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ബോക്സു അതിന് താങ്ക്സ് പറയുന്നു. ആ സ്ഥലം ഒന്നുകൂടെ നോക്കിയിട്ട് അവൻ ഗ്രാൻഡ് പാബാവോയെ ഹഗ് ചെയ്യുന്നു. ഇപ്പൊ അവര് പോവാൻ നിൽക്കുവാണ്. ആ ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ അവരെ യാത്രയാക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ബോക്സു ഗിഫ്റ്റ് കൊടുത്തൊരു പയ്യനില്ലേ, ആ പയ്യൻ നേരെ ബോക്സുവിന്റെ അടുത്തേക്ക് പോയിട്ട് അവൻ തന്നെ ഉണ്ടാക്കി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ബോക്സ് അവനോട് താങ്ക്സ് പറഞ്ഞ് ആ ഗിഫ്റ്റ് വാങ്ങുകയും ചെയ്യുന്നു. ഇപ്പൊ രണ്ടുപേരും അവരോട് ബായ് പറഞ്ഞ കാറിലേക്ക് കയറുന്നു. ബോക്സുവിനാണെങ്കിൽ അവിടുന്ന് വരാൻ തീരെ താല്പര്യമില്ല. എങ്കിലും അവർക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. ഇവിടെ കമ്പനിയിലെ ഡയറക്ടർ ഡു സീറോവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഡയറക്ടർ ഡു, നിന്റെ പുതിയ ആൽബം മില്യൺസ് ഓഫ് ഡൗൺലോഡ്സ് വന്നു. ഇത് വളരെ നല്ലൊരു റീച്ചാണ്. ഞാൻ നിന്നെ പറ്റി എന്താണോ വിചാരിച്ചത് അതുപോലെ തന്നെ നീ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് നേടിയെടുത്തു എന്ന് പറയുന്നു. സീറോവും സിംഗറായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സോങ്സ് എനിക്ക് ഫ്രീ ആയിട്ട് പാടാൻ പറ്റണം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കമ്പനിയിലെ സീറോവിന് വേണ്ടിയിട്ട് ഒരു സെലിബ്രേഷൻ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ടർ യു അങ്ങോട്ടേക്ക് വന്നിട്ട് സീറോവിനെയും ഡയറക്ടർ ഡൂവിനെയും വിളിക്കുന്നു. ഇവർ പുറത്തേക്ക് വരുമ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് ലീന അങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പോൾ ഡയറക്ടർ ഡൂം ലീനയും സംസാരിക്കുവാണ്. ഡയറക്ടർ ഡു, ഞാൻ പറഞ്ഞ പോലെ തന്നെ സീറോവിന്റെ ആൽബം 1 മില്യൺ ഡൗൺലോഡ്സ് ആയിട്ടുണ്ട്. സോ താഴെ ഞങ്ങൾ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ലീന,
ബോക്സു ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് കമ്പനിക്ക് ഏൺ ചെയ്തു തരും, അതുകൊണ്ട് തന്നെ നീ ഇതെന്തോ വലിയ കാര്യം ചെയ്ത പോലെയൊന്നും പറയണ്ട എന്ന് പറയുന്നു. ഡയറക്ടർ ഡു ഉടനെ പാർട്ടിക്ക് നിങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞു പോകുന്നു. പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഡയറക്ടർ ഡു ഇപ്പോൾ അമേരിക്കയിൽ വെച്ച് ഒരു സിംഗിങ് കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ഞങ്ങളതിന് സീറുവിന്റെ പേര് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വിജയിച്ചാൽ സീറു വേൾഡ് ലെവലിൽ ഒരു ബിഗ് സ്റ്റാർ ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് കേക്ക് കട്ട് ചെയ്ത് വൈൻ കുടിച്ച് സെലിബ്രേറ്റ് ചെയ്യുവാണ്. എല്ലാവരും ഹാപ്പിയാണ്, ലീന ഒഴികെ. ഇവിടെ ഇതേ സമയം ബോക്സും ഷെൻഷനും ഗ്രാമി അവാർഡ് വിന്നേഴ്സിനെ നോക്കുവാണ്. മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു അവാർഡാണ് കേട്ടോ ഗ്രാമി അവാർഡ്സ് എന്ന് പറയുന്നത്. അതിലെ വിന്നേഴ്സിന്റെ കൂട്ടത്തിൽ മിസ്റ്റർ ഗുവിനെ കാണുന്നതും രണ്ടുപേരും ഷോക്കാവുന്നു. ഇത്രയായിട്ട് നമ്മൾ ഇതറിഞ്ഞില്ലല്ലോ എന്ന് ഷെൻഷൻ പറയുമ്പോൾ ബോക്സു ഒരുപാട് ക്ലൂ ഉണ്ടായിരുന്നു, എന്നാൽ നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആ റെസ്റ്റോറന്റിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഗ്രേറ്റ് ആണ് എന്ന് പറഞ്ഞ് ഷെൻഷൻ അന്ന് കണ്ട മിസ്റ്റർ ഗുവിന്റെ ഫോട്ടോ നോക്കാൻ പോലും സമ്മതിക്കാതെ അത് വാങ്ങി വെച്ചതും ബോക്സുവിന്റെ കയ്യിൽ നിന്ന് ആൽബം വാങ്ങി വെച്ചതും ഷെൻഷൻ ബോക്സുവിന്റെ മ്യൂസിക് സ്റ്റൈൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക് ചോദിച്ച സമയത്ത് മിസ്റ്റർ ഗു അത് കൊടുക്കില്ല എന്ന് പറഞ്ഞതും എല്ലാം ആലോചിച്ച് അത് എന്തിനായിരുന്നു അങ്ങനെയെല്ലാം മിസ്റ്റർ ഗു ചെയ്തത് എന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നു. മ്യൂസിക്കിൽ മിസ്റ്റർ ഗുവിന് നല്ല അറിവുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ നിന്റെ ടീച്ചർ ആവാൻ പറ്റുമോ നമുക്ക് മിസ്റ്റർ ഗുവിനോട് ചോദിച്ചു നോക്കാം എന്ന് ഷെൻഷൻ പറയുന്നു. ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെൻഷന് കോള് വരുന്നത്. ബോക്സ് ഫോൺ തട്ടിപ്പറിച്ച് നോക്കുമ്പോൾ കാണുന്നതോ അത് സീറോ ആണ്. ഇത് അത്ര നല്ല കോളൊന്നും അല്ലാന്നേ, നിനക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്യാം എന്ന് ബോക്സ് പറയുന്നു. എന്നാൽ ഷെൻഷൻ ആ ഫോൺ തിരിച്ചു വാങ്ങി നോക്കുമ്പോൾ സീറോ ആണെന്ന് കാണുന്നതും ബോക്സുവിനെ ഒന്ന് തുറിച്ച് നോക്കിയിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. സീറോ, ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നു, നീ എന്തെങ്കിലും ട്രിപ്പിലാണോ എന്ന് ചോദിച്ച് എന്റെ ആൽബം മില്യൺസ് ഓഫ് ഡൗൺലോഡ്സ് ബ്രേക്ക് ചെയ്തു, നിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട് എന്ന് പറയുന്നു. ഷെൻഷനും ഞാൻ നിന്റെ കൂടെ നാളെ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നു. ബോക്സുവിന് ഇതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല. ബേബി, മിസ്റ്റർ ഗുവിനെ കുറിച്ച് പുതിയൊരു ന്യൂസ് കൂടെ കിട്ടിയിട്ടുണ്ട് ബേബി എന്നവൻ വിളിച്ചു പറയുന്നു. സീറോ ഇത് കേൾക്കുന്നുണ്ട്. ഷെൻഷൻ സീറോവിനോട് ഞാൻ കുറച്ച് ബിസിയാണ് സീറോ, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ബോക്സുവിനോട് ദേഷ്യത്തില് നിന്റെ പ്രശ്നം എന്താ, ഒന്നെങ്കിൽ ഇത്ര പ്രായമായില്ലേ എന്ന് അവള് ചോദിക്കുന്നു. ബോക്സ് ഷെൻഷനോട് നീ എന്തിനാ സീറോവിനോട് അത്ര നൈസായിട്ട് സംസാരിക്കുന്നേ, എന്നോട് എന്തിനാ നീ ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കുന്നേ എന്ന് പറയുന്നതും നീയാണ് അതിന്റെ കാരണം എന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഞാൻ ഹാൻസം ആയതുകൊണ്ടാണോ എന്നവൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഷെൻഷന് പ്രാന്തായിട്ട് അവിടെയുള്ള ഒരു പില്ലോ എടുത്ത് അതിൽ പ്രിന്റ് ചെയ്ത് വെച്ചുള്ള ബോക്സുവിന്റെ ഫോട്ടോ നോക്കി നിന്നെ വെട്ടി പീസാക്കൂടാ സൈക്കോ ഈഗോമാനിയ എന്നൊക്കെ പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ബോക്സു നീ എന്നോട് സംസാരിക്കുമ്പോൾ ഹാഷ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പറയാറ്, നിന്റെ ടോൺ ഒരിക്കലും മാറില്ല. എന്നാൽ സീറോവിനോട് സംസാരിക്കുമ്പോഴോ ഹലോ ഇത് ഞാനാ, ഷുവർ, താങ്ക് യു എന്നൊക്കെയും നീ എന്നോട് എന്തെങ്കിലും അങ്ങനെ സംസാരിക്കുവാണെങ്കിൽ ഞാൻ കാണുന്നത് ഒരു ഫേക്ക് ഷെൻഷനെ ആയിരിക്കും എന്നവൻ പറയുന്നു. ഷെൻഷൻ ഇപ്പോ അത് വിട്, എന്ത് ന്യൂസാ നീ മിസ്റ്റർ ഗുവിനെ കുറിച്ച് കണ്ടുപിടിച്ചത് മോനെ എന്ന് ചോദിക്കുന്നു. ബോക്സു അത് ഞാൻ നുണ പറഞ്ഞതാണ് മോളെ, കാരണം എനിക്ക് നിന്നെ ആ വിചിത്രമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമായിരുന്നു, നന്ദിയൊന്നും പറയണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നവൻ പറയുന്നതും പില്ലോ വെച്ച് ഷെൻഷൻ അവനെ എറിയുന്നു. ബോക്സുവും മോശമൊന്നുമല്ല, ഷെൻഷന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നല്ല ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. രണ്ടുപേരും പില്ലോ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ കമ്പനി സീറോവിന് വാൻ കൊടുത്തിട്ടുണ്ട്. യുവാൻ നല്ല ഹാപ്പിയാണ് സീറോവിനോട്, നമുക്കിപ്പോ വർക്കില്ലെങ്കിലും പ്രസിഡന്റ് നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, വാന് വരെ തന്നു. കമ്പനിയിൽ എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ, ബോക്സ് റിട്ടയർഡ് ആയി ഇനി മുതൽ നീയായിരിക്കും കമ്പനിയുടെ ടോപ്പ് ഐഡൽ എന്നൊക്കെയാ എന്ന് പറയുന്നു. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് സീറോ പറയുന്നതും യുവാൻ ഓക്കെ ഞാൻ മിണ്ടാതിരുന്ന് ഇതെല്ലാം എൻജോയ് ചെയ്തോളാം എന്ന് പറയുന്നു. സീറോവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് യുവാനും വരാൻ നിൽക്കുന്നത് കണ്ട് സീറോ നീ വരണ്ട, എന്നെ പറ്റി റൂമേഴ്സ് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൻ പറയുന്നു. സോ യുവാൻ തിരിച്ചു പോകുന്നു. സീറോ ഡള്ളായിട്ട് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് ഒരു നോട്ട് പാഡിൽ എഴുതാൻ തുടങ്ങുന്നു. എനിക്ക് ബെസ്റ്റ് കമ്പനി, ബെസ്റ്റ് കോവർക്കേഴ്സ് എല്ലാം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് കിട്ടി. എന്റെ സീനിയേഴ്സും എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഫാൻസിനും താങ്ക്സ് പറഞ്ഞ് അതൊന്നുകൂടെ വായിച്ച് കറക്റ്റ് ചെയ്തതിനു ശേഷം അവനത് പോസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ബോക്സ് ഡ്രസ്സ് നോക്കുന്നുണ്ട് ഷെൻഷൻ നീ ഇതുവരെ ഡ്രസ്സ് എടുക്കുക പോലും ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. ഞാനൊരു യുണീക്ക് ആയിട്ടുള്ള കലാകാരനെ കാണാനാണ് പോകുന്നത്, അപ്പൊ ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണ്ടേ, കുറച്ച് മെച്യൂർഡ് ആയിട്ട് തോന്നണ്ടേ, അതും അല്ലെങ്കിൽ നല്ല വിനയമുള്ളത് പോലെയെങ്കിലും തോന്നണ്ടേ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഡ്രസ്സും കൈ പിടിച്ചിട്ട് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന കണ്ട് ഷെൻഷൻ അതൊരു യുണീക്ക് ആയിട്ടുള്ള കലാകാരനാണല്ലേ, സാറ് മുന്നേ വേറെന്തൊക്കെയോ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നേ, നീ മാന്യമായൊന്ന് സംസാരിച്ചാൽ തന്നെ അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ബോക്സ് ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു. ബ്രൂച്ച് കൊടുത്തതിന് പകരമായിട്ട് ആ കുട്ടി കൊടുത്ത ഗിഫ്റ്റ് എടുത്തവൻ ഇതെന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും എല്ലാം എനിക്ക് നേടാൻ പറ്റും എന്ന് പറയുന്നു. ഷെൻഷനും ഞാനും അങ്ങനെയൊക്കെ തന്നെയാ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നു. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ, നീ എപ്പ തൊട്ടാ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയേ എന്നും ചോദിച്ചാൽ അവൻ അവളുടെ കവിളിൽ പിച്ചുന്നു. ഷെൻഷൻ പിന്നെയും മിസ്റ്റർ ഗുവിനോട് കൺട്രോൾ വിട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നു. നീ എന്റെ കൂടെ ഇല്ലേ, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അങ്ങനെ സംസാരിക്കും എന്നും പറഞ്ഞ് അവൻ ഇടയിലൂടെ ഗോൾ അടിക്കാൻ നോക്കുന്നതും ഷെൻഷൻ അവന്റെ വയറ്റിനിട്ട് പിച്ചുന്നു. ഓക്കെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നീ എന്നെ കിസ് ചെയ്തേക്ക് എന്നും പറഞ്ഞ് നിന്നു കൊടുക്കുന്നതും പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ നോക്കടാ എന്ന് പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. ഇപ്പൊ രണ്ടുപേരും മിസ്റ്റർ ഗുവിന്റെ റെസ്റ്റോറന്റിലേക്ക് വരുന്നു. റെസ്റ്റോറന്റ് ക്ലോസ്ഡ് ആണ്. ഷെൻഷൻ വിളിച്ചു നോക്കുന്നുണ്ട് ബട്ട് കോൾ എടുക്കുന്നില്ല. ബോക്സു
ഇനി നമ്മുടെ അടുത്തൊന്ന് ഒളിക്കാൻ നോക്കുമായിരിക്കുമോ എന്ന് ചോദിക്കുന്നു. ഷെൻഷനും ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എപ്പോഴും ഈ റെസ്റ്റോറന്റ് ഓപ്പൺ ആയി കിടന്നിരുന്നത്. എന്നാൽ നമ്മൾ ഗ്രാൻഡ് പാ ബാവോയെ കണ്ടു. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഇനി മിസ്റ്റർ ഗു എങ്ങനെ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവോ, നമ്മളെ കാണാൻ ഇനി വരില്ലേ എന്ന് ചോദിക്കുന്നു. ബോക്സ് വീടിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഷെൻഷൻ എനിക്കതൊന്നും അറിയില്ല എന്ന് റിപ്ലൈ കൊടുക്കുന്നു. ഇപ്പോഴും ഷെൻഷൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഒരുപാട് തവണ വിളിച്ചു നോക്കി, കോൾ എടുക്കുന്നില്ല. നമ്മൾ ഗ്രാൻഡ് പാ ബാവോയുടെ അടുത്ത് പോയപ്പോൾ തന്നെ മിസ്റ്റർ ഗു ഇതെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും. നീ റിക്കവർ ആവുകയും ചെയ്തു, നമ്മൾ മിസ്റ്റർ ഗുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്തു, അതുകൊണ്ട് നമ്മളെ വിട്ട് പോയതായിരിക്കും എന്ന് പറയുന്നു. ബോക്സ് ആണെങ്കിൽ ഞാനൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കാര്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നു. അത് കണ്ട് ഷെൻഷൻ നീ അങ്ങേരോട് അപേക്ഷിക്കുവാണോ അതോ അങ്ങേരെ പൊക്കി പറയുവാണോ എന്ന് ചോദിക്കുന്നു. ബോക്സ് അതിന് മിസ്റ്റർ ഗു ഒരു സാധാരണ ആളല്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഷെൻഷൻ അപ്പൊ പൊക്കി പറയാനാണോ നീ കണ്ടുപിടിച്ച വഴി എന്ന് ചോദിക്കുന്നു. ബോക്സു നോ നോ, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, വേർഡ്സ് സിൻസിയർ ആണ്. അല്ല അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയാലോ നീ ചെയ്യുന്ന പോലെ എന്ന് ചോദിക്കുന്നു. ഞാൻ എപ്പോഴാണ് അങ്ങനെ ചെയ്തേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. നീ തന്നെ അങ്ങനെ ചെയ്യാറുള്ളത്, എന്നെ കാണാതാകുമ്പോ നീ അങ്ങനെയാ എന്ന് ബോക്സ് റിപ്ലൈ കൊടുക്കുന്നു. ബോക്സു മിസ്റ്റർ ഗു എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ഇതുപോലൊരു മാസ്റ്റർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്ര കച്ചറയായിട്ടാ നിങ്ങളുടെ ഫുഡിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞത്. നിങ്ങളൊരു ഗ്രാമി അവാർഡ് വിന്നർ ആണെന്ന് അറിഞ്ഞതോടുകൂടെ ഇനി നിങ്ങൾ എന്ത് ഡിഷ് തന്നാലും അത് ഞാൻ കഴിക്കും, ആ പ്ലേറ്റ് വരെ ഞാൻ നക്കും, പ്രോമിസ്. നിങ്ങളുടെ അനുഭവ സമ്പത്ത് വെച്ച് ആകെ ഒരേ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ എക്സലന്റ് ആയ ഒരു മനുഷ്യന്റെ സ്കില്ല് ഇല്ലാതാവാനോ വേസ്റ്റ് ആവാനോ ഉള്ള സാധ്യതയുണ്ട്. എന്റെ ത്രോട്ടിലെ പ്രോബ്ലം എങ്ങനെ ശരിയാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ മോഡേൺ മ്യൂസിക് സർക്കിളിൽ നിങ്ങളെപ്പോലെ വലിയൊരാളായിട്ട് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് പൊക്കി അടിച്ചുകൊണ്ടാണ് അവൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവനൊരു ലേഖനം പോലെ അയച്ച മെസ്സേജ് കണ്ട് മിസ്റ്റർ ഗു ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നു. ഇപ്പൊ ഷെൻഷൻ വീട്ടിലേക്ക് വരുന്നു. യുവാൻ അത് കണ്ട് ഓ ഫൈനലി നീ വീട്ടിലേക്ക് വന്നോ, നീ എവിടെ പോയതായിരുന്നു, ബോക്സുവിന്റെ കൂടെ ട്രിപ്പ് പോയതായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അത് സീക്രട്ട് ആണെന്ന് പറയുന്നു. ആ വില്ലേജിൽ നിന്ന് വാങ്ങിയ പ്യുവർ ആയിട്ടുള്ള ബട്ടർ ഷെൻഷൻ യുവാന് കൊടുക്കുന്നു. യുവാൻ വീണ്ടും ഏത് വില്ലേജിലേക്കാ പോയേ, എങ്ങോട്ടാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയേ, എന്തിനാ പോയേ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നു. അത് പറയാൻ പറ്റില്ല എന്ന് ഷെൻഷൻ പറയാലും ഇപ്പൊ നിനക്ക് ബോക്സുവിനെയാണല്ലോ അതിന് വേണ്ടേ എന്ന് ചോദിച്ച് യുവാൻ ദേഷ്യപ്പെടുന്നു. ഇപ്പൊ ഷെൻഷൻ യുവാന്റെയും സീറുവിന്റെയും കാര്യം ചോദിക്കുന്നു. ഞാൻ ചോദിച്ചതിനൊന്നും നീ ഉത്തരം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാനും പറയില്ല എന്ന് പറഞ്ഞ് യുവാൻ ഉള്ളിലേക്ക് പോകുന്നതോടുകൂടി എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.